CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് പങ്കാണ് വഹിച്ചതെന്ന് പ്രധാനമന്ത്രി ലോകത്തെ അറിയിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വടക്കേക്കാട് നടന്ന CPI ജന്മശതാബ്ദി ആഘോഷവും പാട്ടബാക്കി നാടകത്തിന്റെ 88ാം വാർഷികവും ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിച്ച ചാവക്കാട് താലൂക്ക് ആശുപത്രി ഡോക്ടർമാരുടെയും ഇതിനായി കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാത്ത ആശുപത്രി അധികൃതരുടെയും മുനിസിപ്പൽ ഭരണസമിതിയുടെയും നടപടികൾ മനുഷ്യത്വരഹിതവും ധിക്കാരപരവുമാണെന്ന് യൂത്ത് കോൺഗ്രസ്. നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. നിർമ്മാണം പൂർത്തിയാകുന്ന വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് MLA സന്ദർശനം നടത്തിയത്. ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒന്നാണെന്ന സന്ദേശം പങ്കുവച്ച് ചേലൂരിലെ കുടുംബാംഗങ്ങളുടെ സംഗമം നടത്തി. മറ്റം മഴവില്ല ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം ചേലൂർ കൂട്ടായ്മ രക്ഷാധികാരി ജേക്കബ് ചെറുവത്തൂർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ 4ാം വാർഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC വിജയികൾക്ക് അനുമോദനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ 21ാം ഓർമ്മദിനം CPM എയ്യാൽ ചിറ്റലങ്കാട് സൗത്ത് ബ്രാഞ്ച് ആചരിച്ചു. സാങ്കേതികാനുമതി ലഭിച്ചതോടെ കടവലൂർ പഞ്ചായത്ത് മൈതാനത്തിന്റെ പാതിവഴിയിൽ നിലച്ച നവീകരണത്തിന് വീണ്ടും തുടക്കമാകും. 1 കോടി രൂപയുടെ പദ്ധതിക്കുള്ള ടെൻഡർ നടപടികൾ തുടങ്ങി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974-75 അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾ അരനൂറ്റാണ്ടിനിപ്പുറം വീണ്ടും ഒത്തുചേർന്നു. പെങ്ങാമുക്ക് മാധവം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 2024-25 വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് ആദരവുമായി പഞ്ചായത്ത് മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിനെയും മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിനെയുമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന് കീഴിൽ ഹൈസ്കൂൾ റോഡിൽ പുതിയതായി പണി കഴിപ്പിച്ച കുരിശുപള്ളിയുടെ കൂദാശ നടത്തി. അറിവും വിനോദവും പകർന്ന് പെരുമ്പിലാവ് ആൽത്തറയിൽ മലർവാടി ബാലോത്സവം സംഘടിപ്പിച്ചു. പൊന്നയൂർക്കുളം ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസിനും പരിശീലന ക്യാമ്പിനും തുടക്കമായി. കുന്നംകുളം സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് 2025 ജനറൽ ബോഡി യോഗം ചേർന്നു. സീഡ് ഓഫീസിൽ പാലക്കാട് ജില്ലാ കുടുംബ കോടതി ജഡ്ജി CJ ഡെന്നി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അറിവുത്സവം 2025 സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം രാജൻ എലവത്തൂർ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.